ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വി കെ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് കൂട്ടുകാരുടെ ആവശ്യപ്രകാരം നമ്മൾ കേക്കിൻ്റെ സ്പോഞ്ച് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നമുക്കൊരു കേക്കിൻ്റെ സ്പോഞ്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഷുഗർ, എഗ്ഗ്, മൈദ, അതിൻ്റെ കൂടെ കേക്കിൻ്റെ ജെല്ല്, കേക്ക് റൈസ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ടവൽ എന്ന കമ്പനിയുടെ ജെല്ലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കത് മാർക്കറ്റിൽ ചോദിച്ചാൽ കിട്ടും. ഇതിൻ്റെ കൂടെ കുറച്ച് വാട്ടർ, കുറച്ച് എസൻസ്, കേക്കിൻ്റെ മണത്തിന് വേണ്ടി വാട്ടർ, കേക്കിൻ്റെ മണത്തിന് വേണ്ടി കുറച്ച് എസൻസ്. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ ഇത് എത്രയാണ്, എത്ര അളവാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കുറച്ച് ഓയിലും കൂടി എടുക്കുന്നുണ്ട്. ഓയിൽ ലാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കേക്ക് നല്ല സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഓയിലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് എങ്ങനെയാണ് ഇത് അടിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നമുക്കിവിടെ ചെറിയൊരു മെഷീൻ ഉണ്ട്. അപ്പോൾ ആ മെഷീനിലാണ് അടിക്കുന്നത്. 15 മുട്ട എടുത്തിട്ടാണ് നമ്മൾ 15 മുട്ടയുടെ കണക്ക് വെച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ആ മെഷീനിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച എഗ്ഗ്, ഷുഗർ, വെള്ളം, എഗ്ഗും ഷുഗറും വെള്ളവും കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് ഒരു മീഡിയം സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ അലിയുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. നമ്മുടെ പഞ്ചസാര ഒന്ന് അലിഞ്ഞു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അതിൽ കുറച്ച് സ്ലോ ചെയ്തിട്ട് നമ്മൾ ആ മൈദ, അവിടെ എടുത്ത് വെച്ച മൈദ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് അതേ സ്പീഡിൽ തന്നെ വീണ്ടും നന്നായിട്ട് കുറച്ച് നേരം ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് നോട്ടണം. ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും ചട്ടിയുടെ ഒരു പാതി ഭാഗത്തോളം നമ്മൾ അത് എല്ലാം കൂടി ഇട്ട് ഇത്രേ വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ജെല്ല് നമ്മൾ ആഡ് ചെയ്യണം. കേക്കിൻ്റെ ജെല്ല് ആഡ് ചെയ്യുന്നത് കേക്ക് റൈസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജെല്ല് ആഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് കേക്ക് റൈസ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഓട്ടിക്കഴിഞ്ഞതിന് ശേഷം കേക്കിൻ്റെ ജെല്ല് ആഡ് ചെയ്യാൻ പോവാണ്. അതാ കേക്കിൻ്റെ ജെല്ല് നമ്മൾ ആഡ് ചെയ്ത് ഇനി നമുക്ക് കാണാൻ പറ്റും കേക്ക് എങ്ങനെ റൈസ് ആയിട്ട് വരുന്നതെന്ന് വ്യക്തമായിട്ട് ഇതിൽ കാണാൻ പറ്റും. നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ കൂടെ ആ എസൻസ്, നമുക്ക് മണത്തിന് വേണ്ടിയുള്ള എസൻസ് ഉപയോഗിച്ചു. നമ്മൾ ഉപയോഗിക്കുന്ന എസൻസ് പറയുന്നത് പൈനാപ്പിൾ എസൻസും സ്വീറ്റ് ഓറഞ്ച് എസൻസുമാണ് ഉപയോഗിക്കുന്നത്. അത് മണത്തിന് വേണ്ടിയിട്ടാണ്. കുറേ എസൻസുകൾ മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റായിട്ട് ഏതാ തോന്നുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള എസൻസ് ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ല, കേക്ക് നന്നായിട്ട് റൈസായി വരുന്നുണ്ട്. ഈ റൈസിംഗ് ആണ് കേക്കിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളത്. റൈസിങ് കൂടിക്കഴിഞ്ഞാൽ കേക്കിൻ്റെ മറ്റേ തിക്നെസ് കുറയും. കേക്ക് റൈസിങ് കമ്മിയായി കഴിഞ്ഞാൽ അത് ഭയങ്കര ടൈറ്റാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൈസിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി. ഷോപ്പിലേക്കൊക്കെ കേട്ടോ, വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മീഡിയം ലെവൽ റൈസ് ആയെന്ന് തോന്നുമ്പോൾ നമുക്ക് ഓയിൽ കൊടുത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു വിധം റൈസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് ഓയിൽ കൊടുത്ത് മിക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ ഓയിൽ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഓയിൽ കൊടുത്ത് നല്ല സ്പീഡിലേക്ക് ഓട്ടാൻ പറ്റില്ല. അപ്പോൾ എഗ് ബീറ്ററിലൊക്കെ അടിക്കാൻ പറ്റും. അപ്പോൾ ഓയിൽ കൊടുത്ത് നിങ്ങൾ കൈ കൊണ്ട് തന്നെ ഓയിൽ കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുവിധം റൈസായി വരുന്നുണ്ട്. അപ്പോൾ റൈസായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി സ്ലോ ചെയ്തിട്ട് ഓയിൽ കൊടുത്തിട്ട് സ്ലോ ആക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മോൾഡ് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് മോൾഡിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. മോൾഡിലേക്ക് ആക്കി നമ്മൾ ബേക്ക് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ബേക്ക് ചെയ്തതിന് ശേഷം ഈ കേക്ക് മോൾഡിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ട്രേയും ഒരു 1 കിലോ മോൾഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 കിലോ ഒക്കെ കേക്ക് ചെയ്യുന്നത് പോലെ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ബേക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേക്കിംഗ് ഓവനിലാണ്, ഓവനിൽ ബേക്ക് ചെയ്യുന്നത്.
ബേക്ക് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേക്ക് നമുക്കത് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, കേക്ക് നമുക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേക്കിന് വലിയ മോശമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് അതിൻ്റെ ഒന്ന് വെളിയിലേക്ക് എടുത്തതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ സെൻറ്റർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കേക്ക് നമുക്ക് റെഡിയായി വന്നു കഴിഞ്ഞു. അത്യാവശ്യം മോശമില്ലാതെ തന്നെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ റൈസിങ് ചെറിയ മിഷനിലായതുകൊണ്ട് റൈസിങ്ങിന് ചെറിയ പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒന്ന് സെൻറ്റർ കട്ട് ചെയ്ത് കാണിച്ചത് അതിൻ്റെ തിക്നെസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോശമില്ലാതെ തന്നെ കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണോ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അറിയാലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.